ചൈനയുമായുള്ള വ്യാപാര കരാറിൽ പ്രതിഷേധിച്ച് കാനഡയ്ക്ക് മേൽ 100% തീരുവ ചുമത്തുമെന്ന് ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ്. കാർഷികോൽപ്പന്നങ്ങളുടെയും മിലിറ്ററി വാഹനങ്ങളുടെയും വ്യാപാരം സംബന്ധിച്ച് കാനഡ കഴിഞ്ഞ ആഴ്ച ചൈനയുമായി കരാറിൽ എത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ ഭീഷണി. ചൈനയുമായി കരാറിൽ ഏർപ്പെട്ടാൽ അമേരിക്കയിലേക്ക് വരുന്ന എല്ലാ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്കും മേൽ 100% തീരുവ ചുമത്തുമെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കടത്താനുള്ള ഇടത്താവളമായി കാനഡയെ മാറ്റാമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്നും ട്രംപ് പറഞ്ഞു. കരാർ നടപ്പിലായാൽ കാനഡയെ ചൈന മുഴുവനായി വിഴുങ്ങുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കരാർ പ്രകാരം കാനഡയിലെ ഉൽപ്പന്നങ്ങളുടെ തീരുവ നിലവിലെ 84% നിന്ന് ഏകദേശം 15% കുറയ്ക്കുമെന്ന് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാർണി വ്യക്തമാക്കി. അതേസമയം സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ മാർക്ക് കാർണിയുടെ അമേരിക്കയ്ക്കെതിരായുള്ള പ്രസംഗം ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു. ശക്തരായ വികസിത രാജ്യങ്ങൾ സാമ്പത്തിക ഏകീകരണം ഒരു ആയുധമായും തീരുവ സ്വാധീന ശക്തിയായും ഉപയോഗിക്കുന്നുണ്ട് എന്നായിരുന്നു കാർണിയുടെ പ്രസ്താവന. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ ഭീഷണി.